തിരുവനന്തപുരത്ത് നിന്നും കാണാതായ പെൺകുട്ടിയെ കഴിഞ്ഞ ദിവസം വിശാഖപട്ടണത്ത് വിജയവാഡ വെച്ച് കണ്ടെത്തിയിരുന്നു. ആ പെൺകുട്ടിയെ ഇന്ന് തിരുവനന്തപുരത്തേക്ക് തിരികെ എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. പോലീസ് സംഘം ഇന്ന് വിശാഖപട്ടണത്തെത്തും. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ സംരക്ഷണയിലാണ് നിലവിൽ കുട്ടിയുള്ളത്. കുട്ടിക്ക് ആസാമിലേക്ക് പോകണമെന്ന് തന്നെയാണ് ആ കുട്ടി ഇപ്പോഴും പറയുന്നത്. മാനസ മനോജന്റെ വിശദാംശങ്ങളുമായി. മനസ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിനിഷ. മനസ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നൊക്കെ ഒരു സമയമായിരുന്നു. ഈ പെൺകുട്ടി എവിടെ എന്നതിനെക്കുറിച്ചുള്ള ഏറ്റവും ഒടുവിലാണ് വിജയവാഡയിൽ വെച്ച് മലയാളി പ്രവർത്തകർ തന്നെ, അവിടെ ഒരു സമാജത്തിൻ്റെ പ്രവർത്തകർ തന്നെ പെൺകുട്ടിയെ കണ്ടെത്തുന്നത്. ഇന്ന് തിരികെ കേരളത്തിലേക്ക്, തിരുവനന്തപുരത്തേക്ക് പെൺകുട്ടിയെ എത്തിക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് അന്വേഷണ സംഘം. എത്തിച്ച ശേഷമുള്ള നടപടിക്രമങ്ങളൊക്കെ എന്തൊക്കെയായിരിക്കും? കാരണം കുട്ടിക്ക് കൗൺസിലിംഗ് ആവശ്യമാണ്. പ്രത്യേകിച്ചും ഇപ്പോഴും കുട്ടി പറയുന്നു തിരിച്ചസമിലേക്ക് തന്നെ പോകണം. അത്രത്തോളം ആ കുട്ടിയെ മാനസികമായിട്ട് ബാധിച്ച എന്തെങ്കിലും ഒരു കാരണമാകാം. തിരികെ നാട്ടിലേക്ക് തന്നെ പോകണം. ഒരു മാസമായിട്ടേ ഉള്ളൂ കുട്ടി കേരളത്തിലേക്ക് വന്നിട്ട്. കേരളവുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റുന്നുണ്ടാവില്ല. കാരണം 13 വർഷം ജീവിച്ച് വളർന്നു വന്ന നാടിനെയും വീടിനെയും വിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ആർക്കും ഉണ്ടാകുന്ന ഒരു പൊരുത്തപ്പെടലിൻ്റെ പ്രശ്നങ്ങൾ ഈ കുട്ടിക്കും ഉണ്ടായിട്ടുണ്ടാകണം. അപ്പോൾ അത്തരത്തിൽ ഈ പെൺകുട്ടിയെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ കൗൺസിലിംഗ് ഒക്കെ ആവശ്യമാണ്. 2000 കിലോമീറ്ററിലധികമാണ് ആ കുഞ്ഞ് ഒറ്റയ്ക്ക് സഞ്ചരിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ മറികടക്കേണ്ടതുണ്ട്. കുട്ടിയെ തിരികെ മാതാപിതാക്കളെ തന്നെ ഏൽപ്പിക്കേണ്ടതുണ്ട്. എന്തൊക്കെ രീതിയിലായിരിക്കും ഇന്ന് നടക്കാൻ പോകുന്ന നടപടിക്രമങ്ങൾ? തീർച്ചയായും വിനിഷ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തെ തന്നെ ആശങ്കയിലാഴ്ത്തി അല്ലെങ്കിൽ വളരെ നല്ല രീതിയിൽ ബാധിച്ച ഒരു മിസ്സിംഗ് കേസ് തന്നെയാണ് ഈ കഴക്കൂട്ടം വാടക വീട്ടിൽ താമസിക്കുന്ന അസം സ്വദേശികളുടെ മകളായ തസ്മിതിൻ്റേത്. 2 ദിവസമാണ്, 2 പകലും 2 രാത്രിയുമാണ് കുട്ടി വീട് വിട്ട് നിന്നത്. ആ ഒരു സാഹചര്യത്തിൽ കുട്ടി 1650 കിലോമീറ്ററോളം സഞ്ചരിച്ചു എന്ന വിവരമാണ് പോലീസിന് ലഭിക്കുന്നത്. മാത്രമല്ല ഏറെ പണിപ്പെട്ട അല്ലെങ്കിൽ ഏറെ ഊർജ്ജപരമായ നടപടിക്രമങ്ങളിലൂടെയായിരുന്നു പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള അന്വേഷണ രീതികളൊക്കെയും. അതിൻ്റെയൊക്കെ ഒരു വിജയ ഫലം എന്ന് തന്നെ വേണം. കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടെ വിശാഖപട്ടണത്ത് കുട്ടിയെ കണ്ടെത്തുന്ന ഒരു സാഹചര്യം. വിജയവാഡയിൽ വെച്ചാണ് കുട്ടിയെ കണ്ടെത്തുന്നത്. ശേഷം വിശാഖപട്ടണത്ത് ഇറക്കുകയായിരുന്നു. ഉടൻ തന്നെ RPFന് കൈമാറി. ഈ വിനിഷ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരള സമാജം പ്രവർത്തകരാണ് കുട്ടിയെ കണ്ടെത്തുന്നത്. ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെയും കുട്ടിയുടെ വാർത്ത ഇത്തരത്തിൽ മണിക്കൂറുകൾ ഇടവിട്ട് പോകുന്ന ഈ ഒരു സാഹചര്യത്തിൽ എല്ലാ മലയാളികൾ അടങ്കം തന്നെ ഈ ഒരു തിരച്ചിൽ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടു എന്ന് തന്നെ വേണം പറയാൻ. കേരളത്തിലും അതോടൊപ്പം തന്നെ കേരളത്തിന് പുറത്ത് 2 സംസ്ഥാനങ്ങളിലായാണ് കുട്ടി സഞ്ചരിച്ചത്. 2 സംസ്ഥാനങ്ങളിലും ഒരുമിച്ച് ഒരു തിരച്ചിൽ പ്രവർത്തനം നടന്നു എന്ന് തന്നെയാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. അതിൻ്റെ ഒരു ഫലമായി തന്നെയാണ് കുട്ടിയെ രാത്രി 10 മണിയോടുകൂടി കണ്ടെത്തുന്നതും. ഏതായാലും കേരള സമാജം പ്രവർത്തകരോട് കുട്ടി തനിക്ക് തിരികെ മടങ്ങി വീട്ടിലേക്ക് പോകേണ്ട എന്ന് പറഞ്ഞ ഒരു സാഹചര്യമുണ്ട്. ഏതായാലും കേരളത്തിൽ നിന്നുള്ള 4 അംഗ സംഘം വിശാഖപട്ടണത്തേക്ക് തിരിച്ചിട്ടുണ്ട്. കേരള പോലീസിൻ്റെ 2 വനിതാ പോലീസുകൾ ഉൾപ്പെടെയുള്ള 4 പേരാണ് തിരിച്ചത്. ഇന്ന് ഉച്ചയോടെ അവർ വിജയവാഡയിലെത്തിയ ശേഷം വിശാഖപട്ടണത്തേക്ക് എത്തിച്ചേരും എന്നാണ് അറിയാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്ന് തിരിച്ച് കേരളത്തിലേക്ക് കുട്ടിയെ തിരികെ കൊണ്ടുവരാൻ കഴിയും എന്ന് അത് പ്രതീക്ഷയിൽ ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അല്പസമയം മുൻപാണ് ഇത്തരത്തിൽ ഇവർ ഉച്ചയോടെ ആയിരിക്കും വിജയവാഡയിലേക്ക് എത്തുക. ശേഷമാണ് മറ്റ് നടപടിക്രമങ്ങൾ. അവിടെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കേണ്ടതുണ്ട്. കുട്ടി ആദ്യം കുട്ടിയെ കണ്ടെത്തിയതിന് ശേഷം മാതാപിതാക്കളോട് സംസാരിച്ചപ്പോൾ കുട്ടിക്ക് തിരികെ മടങ്ങി വരാൻ താല്പര്യമുണ്ട് എന്ന രീതിയിലായിരുന്നു പ്രതികരിച്ചിരുന്നതെങ്കിൽ കഴിഞ്ഞ ദിവസം കേരള സമാജം പ്രവർത്തകരോട് കുട്ടി പറയുന്നത് തനിക്ക് അസമിലേക്ക് പോയാൽ മതി, മാതാപിതാക്കൾക്കൊപ്പം പോകേണ്ട, അത്രമേൽ ഈ കുട്ടിയുടെ അമ്മ അടിച്ച് പരിക്കേൽപ്പിക്കാറുണ്ട് എന്നാണ് കുട്ടിയുടെ മൊഴിയിൽ നിന്നും ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ അയൽക്കാരും ഇത്തരത്തിൽ ഒരു പ്രതികരണം നടത്തിയിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇതിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ കുട്ടിയെ ഹാജരാക്കി മൊഴി രേഖപ്പെടുത്തിയ ശേഷമായിരിക്കും ഒരുപക്ഷെ കേരള പോലീസിന് കൈമാറുക. ശേഷം കേരള പോലീസിൻ്റെ നേതൃത്വത്തിലായിരിക്കും തുടർ നടപടികളൊക്കെയും ഉണ്ടാവുക. ഇന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുകയാണെങ്കിൽ കേരള പോലീസിന് കുട്ടിയെ കൈമാറും.
ശേഷം കുട്ടിയുമായി കേരള പോലീസ് കേരളത്തിലെത്തിയ ശേഷം വീണ്ടും CWCയിൽ ഹാജരാക്കിയ ശേഷം കുട്ടിയെ വിശദമായി ചോദ്യം ചെയ്യും, കൗൺസിലിംഗ് നൽകും. അപ്പോഴും കുട്ടി തിരികെ വീട്ടിലേക്ക് പോകാൻ താല്പര്യമില്ല എന്ന് പറയുകയാണെങ്കിൽ ഇത്തരത്തിൽ ഒരു അന്വേഷണം മാതാപിതാക്കളെ കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം നടത്തേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം DCPയും അത് വ്യക്തമാക്കിയിരുന്നു. ഈ അയൽവാസികളുടെയും അതോടൊപ്പം തന്നെ കുട്ടിയുടെയും ഈ ഒരു മൊഴിയാണ്. അതായത് തന്നെ നല്ല രീതിയിൽ അടിച്ചു, ഈ ഒരു സാഹചര്യത്തിലാണ് താൻ വീട് വിട്ട് പോകേണ്ടി വന്നത്, അതുകൊണ്ട് തന്നെ തിരികെ മടങ്ങി വരാൻ തനിക്ക് താല്പര്യമില്ല എന്ന് കുട്ടി ആവർത്തിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ മാതാപിതാക്കൾക്കെതിരെ നടപടി സ്വീകരിക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട്. മാത്രമല്ല കുട്ടിയെ തിരികെ കിട്ടി ശേഷം അസമിലേക്ക് മടങ്ങുക എന്ന ലക്ഷ്യമാണ് രക്ഷിതാക്കൾക്ക് ഉള്ളത്. കഴിഞ്ഞ ദിവസം തസ്മിതിൻ്റെ പിതാവും ഇത്തരത്തിൽ ഒരു പ്രതികരണമായിരുന്നു നടത്തിയിരുന്നത്. കുട്ടിയെ തിരികെ വേണം, ശേഷം തങ്ങൾക്ക് കുടുംബത്തോടൊപ്പം അസമിലേക്ക് മടങ്ങണം എന്ന ആഗ്രഹമാണ് തസ്മിതിൻ്റെ പിതാവ് പങ്കുവച്ചത്. ഏതായാലും ഇന്ന് ഇത്തരം നടപടികളായിരിക്കും. ഒരുപക്ഷെ വൈകുന്നേരത്തോടു കൂടി ഈ കേരളത്തിലെ 4 അംഗ സംഘം വിശാഖപട്ടണത്ത് എത്തിച്ചേരുകയാണെങ്കിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ കുട്ടിയെ ഹാജരാക്കിയ ശേഷമായിരിക്കും മറ്റ് നടപടികൾ, അതായത് കേരള പോലീസിന് കൈമാറുക. ശേഷം കേരള പോലീസിനൊപ്പം കുട്ടി കേരളത്തിലേക്ക് തിരികെ മടങ്ങണം. ഏകദേശം ഒരു ഞായറാഴ്ചയോട് കൂടിയായിരിക്കും കേരളത്തിലേക്ക് തസ്മിതുമായി ഇവിടുന്ന് പോയ അന്വേഷണ സംഘത്തിന് തിരികെ മടങ്ങിയെത്താൻ സാധിക്കുകയുള്ളൂ. ശേഷം CWCയിൽ എത്തിച്ച കുട്ടിയെ മൊഴി രേഖപ്പെടുത്തി അല്ലെങ്കിൽ വിശദമായി ചോദ്യം ചെയ്ത ശേഷമായിരിക്കും മറ്റ് നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുക. അതായത് സാധ്യമായ എല്ലാ സാധ്യതകളും തേടുന്നു. വിമാനത്തിൽ തിരികെ ഇന്ന് തിരിച്ചു വരാനുള്ള ഒരു സാധ്യതകളെക്കുറിച്ചൊക്കെ നേരത്തെ സംശയം പ്രകടിപ്പിച്ചിരുന്നു. കാരണം അവിടുത്തെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായാൽ ഇന്ന് തന്നെ തിരുവനന്തപുരത്ത് എത്തിക്കാമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴും അന്വേഷണ സംഘം പങ്കുവെക്കുന്നത്. അത്തരത്തിലുള്ളൊരു സാധ്യത ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. കാരണം അന്വേഷണ സംഘം അവിടെ എത്താൻ ട്രെയിൻ മാർഗമാണ് അവർ തിരിച്ചിരിക്കുന്നത്. ഏകദേശം ഉച്ചയോടെയാകും അവർ അവിടെ എത്തുക. തീർച്ചയായും മിനിഷ, കഴിഞ്ഞ ദിവസം രാവിലെയാണ് ഇവിടുന്ന് 4 അംഗ സംഘം ട്രെയിൻ മാർഗം വിശാഖപട്ടണത്തേക്ക് തിരിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഉച്ചയോടെയാകും അവിടെ എത്തുക. ശേഷം ഈ നടപടിക്രമങ്ങൾ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി മൊഴി രേഖപ്പെടുത്തിയ ശേഷം കുട്ടിയെ കൈമാറിയാൽ ഉടൻ തന്നെ വിമാനമാർഗം കേരളത്തിലേക്ക് എത്തിക്കാം എന്ന ഒരു സാധ്യത നേരത്തെ പറഞ്ഞിരുന്നു. എന്നാൽ അതിൽ ഒരു അന്തിമ തീരുമാനം ഇതുവരെയും ആയിട്ടില്ല. ഒരുപക്ഷെ ഈ വനിതാ പോലീസുകാർ 2 പേരുണ്ട്, അവർക്കൊപ്പം കുട്ടിയെ വിമാനമാർഗം കേരളത്തിലേക്ക് എത്തിക്കും. മറ്റ് 2 പേർ ട്രെയിൻ മാർഗം തന്നെ കേരളത്തിലേക്ക് വരും. ഇങ്ങനെയായിരുന്നു കണക്കുകൂട്ടൽ. ഏതായാലും ഇവർ വിശാഖപട്ടണത്ത് എത്തിയതിന് ശേഷം മാത്രമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമുണ്ടാവുക. ഏതായാലും RPFിൻ്റെ സഹകരണവും കേരള പോലീസിൻ്റെ കൂട്ടായ പ്രവർത്തനവും കേരള സമൂഹത്തിൻ്റെ ഒരു കൂട്ടായ പ്രവർത്തനവും ഒപ്പം തന്നെ തമിഴ്നാട് പോലീസും ഈ ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയകരമായ ഒരു കാര്യം. അതുകൊണ്ട് തന്നെ അവിടെ നിന്നും തിരികെ കേരളത്തിലേക്ക് എത്തിക്കാൻ എത്രയും പെട്ടെന്ന് എത്തിക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് തന്നെയായിരിക്കും ഒരുപക്ഷെ നീങ്ങുക. അത് അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഇന്ന് വിമാനമാർഗം തിരിക്കുകയാണെങ്കിൽ നാളെയോട് അല്ലെങ്കിൽ ഇന്ന് രാത്രി തന്നെ അല്ലെങ്കിൽ നാളെയോട് കൂടി എത്തുന്ന രീതിയിലേക്കായിരിക്കും കാര്യങ്ങളുടെ നടപടിക്രമങ്ങൾ പോവുക. ശേഷം മറ്റ് 2 പോലീസുകാർ മറ്റന്നാൾ എത്തുന്ന വിധത്തിലുമായിരിക്കും ക്രമീകരണങ്ങൾ നടത്തുക. ഏതായാലും കേരളത്തിൽ എത്തിയതിനു ശേഷവും കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്, മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കേണ്ടതുണ്ട്. ഒപ്പം ശിശുക്ഷേമ സമിതി ഇക്കാര്യത്തിൽ ഇടപെടേണ്ട ഒരു സാഹചര്യമാണ്. 13 വയസ്സ് മാത്രമാണ് കുട്ടിക്ക് പ്രായമുള്ളത്. ഈ കാലയളവിൽ തന്നെ കുട്ടി വീട്ടുകാരെ വെറുക്കുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോയത്. മാത്രമല്ല അതിക്രൂരമായി മർദ്ദിക്കുന്നു എന്ന് തന്നെയാണ് കുട്ടിയുടെ മൊഴിയിൽ നിന്നും വ്യക്തമാകുന്നത്. ഇത് തന്നെ കുട്ടി ആവർത്തിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ കുട്ടിയെ തിരികെ വീട്ടിലേക്ക് മടക്കി വിടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകാൻ ഇടയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ മാതാപിതാക്കൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും നടത്തേണ്ടതുണ്ട്. അവർ ഇത്തരത്തിൽ ഉപദ്രവിക്കുന്ന ഒരു രീതി തുടർന്നും ഉണ്ടാവുകയാണെങ്കിൽ ഒരുപക്ഷെ കുട്ടിക്ക് വീണ്ടും ഭീഷണി തന്നെയാണ്. അതുകൊണ്ട് ആ കാര്യത്തിലും ഒരു ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമായിരിക്കും ഒരുപക്ഷെ കുട്ടിയെയും കുടുംബത്തെയും ഒന്നിപ്പിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാവുക. മാനസ, ഈ ഘട്ടത്തിൽ നമ്മൾ പ്രധാനമായും സംസാരിച്ച് പോകേണ്ടത് ഈ കുട്ടിയെ കാണാതായി എന്ന വാർത്ത വന്നതിന് പിന്നാലെ ഈ കുട്ടിക്കായുള്ള തിരച്ചിലാണ്. അതിൽ പോലീസ് സേന കാണിച്ച ഒരു ജാഗ്രത, കാരണം ആ ഒരു വാർത്ത വന്നത് മുതൽ ആ ഒരു കേസ് രജിസ്റ്റർ ചെയ്തത് മുതൽ സേന കാണിച്ച ഒരു ജാഗ്രത, നമ്മുടെ മാധ്യമങ്ങൾ കാണിച്ച ഒരു ജാഗ്രത, ആ വാർത്തയ്ക്ക് പിറകെ തന്നെയായിരുന്നു നമ്മളടക്കമുള്ള എല്ലാ ദൃശ്യമാധ്യമങ്ങളും 24 മണിക്കൂറും. കാരണം മറ്റെല്ലാ വാർത്തകളും മാറ്റിവെച്ച് ആ പെൺകുട്ടിയെ കണ്ടെത്തുക
എന്നുള്ളത് നമ്മുടെ വലിയൊരു ഉത്തരവാദിത്തമായിരുന്നു. കേരളത്തിൽ നിന്നാണ് ഒരു പെൺകുട്ടിയെ മിസ്സായിരിക്കുന്നത്, പെൺകുട്ടിയെ കാണാതായിരിക്കുന്നത് കേരളത്തിൽ നിന്നാണ് എന്നുള്ള ഒരു കാരണം മാത്രം മതിയായിരുന്നു നമ്മൾക്ക് ആ വാർത്തയ്ക്ക് പിറകെ പോകാനും ഒപ്പം പോലീസ് സേനയ്ക്ക് ആ പെൺകുട്ടിയെ ഏത് വിധേനയും തിരഞ്ഞ് കണ്ടെത്താനും. ദൃശ്യമാധ്യമങ്ങൾ അടക്കം പുറത്തുവിട്ട വാർത്തകളിലൂടെയാണ് മറ്റുള്ളവർ അവരെ തിരിച്ചറിഞ്ഞത്. ഇന്നലെ DCP മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. 3 കാര്യങ്ങളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് 3 ടേണിംഗ് പോയിന്റുകളാണ് പ്രധാനമായും ഉണ്ടായത്. അതിൽ ഏറ്റവും ആദ്യത്തെ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് സഹയാത്രിക, അതായത് പാറശാല സ്വദേശി ബബിത എടുത്ത ആ പെൺകുട്ടിയുടെ ഫോട്ടോ ഏറ്റവും നിർണായകം. നമുക്കറിയാം, നമ്മൾ ആ വാർത്തകളൊക്കെ ലൈവായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ആ പെൺകുട്ടി എവിടെ എന്നുള്ള ഒരു ചോദ്യത്തിൻ്റെ ആദ്യത്തെ ഉത്തരമായിരുന്നു കന്യാകുമാരി ബാംഗ്ലൂർ എക്സ്പ്രസ്സിൽ ആ പെൺകുട്ടി ഉണ്ടായിരുന്നു എന്നുള്ള വലിയ ഒരു ഉത്തരം. ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും പെൺകുട്ടിക്ക് സഞ്ചരിക്കാമായിരുന്നു. ബസ്സിൽ കയറിപ്പോയോ, ട്രെയിനിൽ കയറിപ്പോയോ, ഏത് ട്രെയിനിൽ കയറി ഏത് ഭാഗത്തേക്ക് പോയി എന്നുള്ളതൊന്നും നമുക്ക് ക്ലൂലെസ് ആയിരുന്നു. നമ്മൾ ആ സമയത്ത് പോലീസ് സേനയായാലും മാധ്യമങ്ങളായാലും ഒരു സൂചന പോലും ഇല്ലായിരുന്നു പെൺകുട്ടി എവിടെയെന്ന്. ആ ഒരു ഫോട്ടോ പുറത്തു വന്നതോടുകൂടിയാണ് പെൺകുട്ടി ഏത് ഭാഗത്തേക്ക് സഞ്ചരിച്ചു, ഏത് ദിശയിലേക്ക് അന്വേഷണം തിരിച്ചുവിടണം എന്ന തരത്തിലുള്ള സൂചനകളൊക്കെ ലഭിച്ചത്. അത്തരത്തിൽ മാധ്യമങ്ങളും പോലീസ് സേനയും കാണിച്ച ഒരു ജാഗ്രത അത് ഈ ഘട്ടത്തിൽ സംസാരിച്ചു പോകാതെ വയ്യ. തീർച്ചയായും ചൊവ്വാഴ്ച രാവിലെയോടുകൂടിയാണ് കുട്ടി വീട് വിട്ട് ഇറങ്ങുന്നത്. ശേഷം ഉച്ചയോടെ ജോലി കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് എത്തിയ അമ്മ കുട്ടിയെ കാണുന്നില്ല. ഇതോടെയാണ് പോലീസിൽ പരാതി നൽകുന്നത്. ഉടൻ തന്നെ പോലീസ് ഈ പരാതി മേലുള്ള അന്വേഷണം ആരംഭിച്ചു എന്ന് തന്നെ വേണം പറയാൻ. സ്പർജൻ കുമാർ ഉൾപ്പെടെയുള്ള പോലീസ് സംഘം എത്തി കുട്ടിയുടെ വീട് പരിശോധിക്കുന്നു. അതോടൊപ്പം തന്നെ കഴക്കൂട്ടം കേന്ദ്രീകരിച്ചുള്ള പരിശോധന നടത്തുന്നു. തുടർന്നുള്ള തെരച്ചിൽ ക്രമീകരണങ്ങൾ എന്ന് പറയുന്നത് തീർത്തും കേരളം ഒരു മാതൃക എന്ന് തന്നെ വേണം പറയാൻ. ഒരു കുട്ടിയെ കാണാതായി പോകുമ്പോൾ ഇത് 1ഓ 2ഓ കേസല്ല, ഒരുപാട് കേസുകൾ ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ കേരളത്തിൽ നിന്നുമുള്ള ഈ പോലീസ് സേന കാണിച്ച ആ ഒരു ജാഗ്രത അത് മറ്റ് സംസ്ഥാനങ്ങൾ കൂടി മാതൃകയാക്കേണ്ട വിധത്തിൽ തന്നെയാണ്. എടുത്തു പറയേണ്ടത് 37 മണിക്കൂറുകളിലേക്ക് കടക്കുന്നതിനിടെ കുട്ടിയെ കണ്ടെത്തി എന്നുള്ളതാണ്. അതിൽ കേരള സമൂഹം തന്നെ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ തമിഴ്നാട് പോലീസ് ഇത്തരത്തിൽ അന്വേഷണം കന്യാകുമാരിയിലേക്ക് നീങ്ങിയപ്പോൾ തമിഴ്നാട് പോലീസും തന്നെ ആശ്ചര്യപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ ഉണ്ടായത്. നമ്മളോട് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിൽ അത്രയ്ക്ക് വേണ്ടപ്പെട്ട ആളുകളാണോ അതോ VIP-കളാണോ ഈ കാണാതായത് എന്നതടക്കമുള്ള ചോദ്യങ്ങളാണ് അവരുടെ ഭാഗത്ത് നിന്നും. അതായത് അവർക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ അത്രമേൽ വേണ്ടപ്പെട്ടവരോ VIP ആളുകളോ ആണെങ്കിൽ മാത്രമാണ് ഇത്തരത്തിലൊരു ഊർജിത അന്വേഷണം പോലും നടത്തുകയുള്ളൂ. നമ്മൾ കേരളത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികളുടെ മകളാണ് എങ്കിൽ കൂടിയും ഒരു കേരളത്തിലെ ആളുകൾക്ക് നൽകുന്ന അതേ പരിഗണന തന്നെയാണ് സർക്കാരാണെങ്കിലും കേരള പോലീസ് ആണെങ്കിലും നൽകി വരുന്നത്. അതിൻ്റെ ഒരു ഉത്തമ മാതൃക തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇത്തരം ഒരു സംഭവത്തിലൂടെ തുറന്നു കാട്ടപ്പെട്ടിട്ടുള്ളത്. അതോടൊപ്പം തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ച ഈ ഭവിത എന്ന സഹയാത്രികയുടെ മൊഴി, അവർ നൽകിയ ചിത്രം, അത് തന്നെയാണ് കേസിൻ്റെ പ്രധാന വഴിത്തിരിവ്. അത് കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പിന്നീട് ഊർജിതമായ രീതിയിൽ മുന്നോട്ട് പോയത്. കന്യാകുമാരിയിലേക്കാണ് കുട്ടി സഞ്ചരിച്ചത് എന്ന വിവരം ലഭിക്കുന്നു. അതിനിടയിൽ കുട്ടി നാഗർകോവിലിൽ ഇറങ്ങിയതായുള്ള ദൃശ്യങ്ങൾ പോലീസിന് ലഭിക്കുന്നു. CCTV ദൃശ്യത്തിൽ കുട്ടി നാഗർകോവിലിൽ ഇറങ്ങി വെള്ളം എടുക്കുന്ന ദൃശ്യങ്ങളുണ്ട്. ശേഷം വീണ്ടും ട്രെയിനിലേക്ക് കയറുന്നു. അത് കന്യാകുമാരിയിലേക്ക് ആണ് പോയത് എന്ന നിഗമനത്തിൽ പോലീസ് എത്തുന്നു. ശേഷം കന്യാകുമാരിയിൽ നിന്നും ചെന്നൈയിലേക്കാണ് കുട്ടി പോയത് എന്ന വിവരം ലഭിക്കുന്നു. ചെന്നൈയിലും അത്തരത്തിൽ കുട്ടി ഇറങ്ങിയതായുള്ള ദൃശ്യങ്ങൾ ലഭിക്കുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണങ്ങളൊക്കെയും കുട്ടിയിലേക്ക് എത്രയും പെട്ടെന്ന് എത്തുന്ന വിധത്തിൽ തന്നെയായിരുന്നു. ഇത് സമൂഹ മാധ്യമങ്ങളിൽ കാണുന്ന മലയാളികൾ, വിശാഖപട്ടണത്ത് വിജയവാഡയിലുള്ള കേരള സമാജം പ്രതിനിധികൾ ഇത് നിരന്തരം സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ ദൃശ്യങ്ങൾ, ഈ വാർത്തകൾ കാണുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഒരു പക്ഷേ 2 ട്രെയിനുകളാണ് ചെന്നൈയിൽ നിന്നും അസം ഭാഗത്തേക്ക് പോകുന്നത്. ആ ട്രെയിനുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നു. അതിൽ 10 മണിയോടെ വിജയവാഡയിലെത്തിയ ട്രെയിനിൽ താമ്പൂര എക്സ്പ്രസ് എന്ന ട്രെയിനിൽ കുട്ടിയെ കണ്ടെത്തുന്നു. ഏതായാലും കൂട്ടായ ഒരു പ്രവർത്തനം എന്ന് തന്നെ വേണം പറയാൻ. ഈ കേരള സമാജം പ്രതിനിധികൾ 4 ബോഗികൾ എന്നാണ് അറിയാൻ സാധിച്ചത്. ജനറൽ കമ്പാർട്ട്മെൻറ്റിലെ എല്ലാ കമ്പാർട്ട്മെൻറ്റിലും തെരച്ചിൽ ഊർജിതമാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ്. ബർത്തിൽ കമിഴ്ന്നു കിടന്ന നിലയിൽ കുട്ടിയെ കണ്ടെത്തുന്നത്, ഒപ്പം സ്ത്രീകൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അവരോട് ചോദിക്കുമ്പോൾ അവരുടെ കുട്ടിയാണ് ഇത് എന്ന് പറയുമ്പോഴും ഇവർക്ക് ഒരു ആശയക്കുഴപ്പമുണ്ടായിരുന്നു. എങ്കിൽ കൂടിയും തങ്ങളുടെ കയ്യിലുള്ള ഫോട്ടോ വെച്ച് കുട്ടിയെ തിരിച്ചറിഞ്ഞ്, മാത്രമല്ല കുട്ടിയോട് പേരും ചോദിച്ചു. അപ്പോൾ തസ്മിത് എന്ന് പറയുന്നു. ഉറപ്പാക്കി കുട്ടിയെ തിരികെ
തിരികെ കൈപ്പറ്റുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നെങ്കിൽ കൂടിയും കുട്ടിക്കൊപ്പം ഉണ്ടായിരുന്ന അവർ ആര് എന്ന ചോദ്യവും മുന്നിലുണ്ട്. പക്ഷേ ഇതിനിടയിൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം ആയിരിക്കാം അത് എന്ന നിഗമനവുമുണ്ട്. അക്കാര്യത്തിലും ഒരു അന്വേഷണം നടന്നു വരികയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും കുട്ടിയെ രക്ഷപ്പെടുത്തുക അല്ലെങ്കിൽ കുട്ടിയെ കണ്ടെത്തുക എന്നത് മാത്രമായിരുന്നു കേരളത്തിൽ ഒന്നടങ്കം ഉണ്ടായിരുന്ന ആ 2 ദിവസത്തെ തെരച്ചിലിൽ ഉണ്ടായിരുന്ന ലക്ഷ്യം. അത് 37 മണിക്കൂർ ആകുമ്പോഴേക്കും അത് ലക്ഷ്യം കാണുന്നു. ഉടൻ തന്നെ കുട്ടിയെ RPFന് കൈമാറുന്നു. കുട്ടി 2 ദിവസമായി വീട് വിട്ട് ഇറങ്ങിയിട്ട് ആദ്യം നൽകേണ്ട പരിഗണന എന്ന് പറയുന്നത് കുട്ടിക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കലാണ്. അത് ആദ്യം ചെയ്യുന്നു. ഭക്ഷണം കഴിക്കുന്നതിനിടെയാണ് കുട്ടി തൻ്റെ മാതാപിതാക്കളോട് സംസാരിക്കുന്നത്. മാതാപിതാക്കളോട് സംസാരിക്കുമ്പോൾ കുട്ടി തിരികെ മടങ്ങി വരാം എന്ന് ആദ്യം ഘട്ടത്തിൽ പറഞ്ഞിരുന്നു. ഒരുപക്ഷെ കുട്ടി പാനിക്കായേക്കാം. ഇത്തരം കാര്യങ്ങളൊക്കെയും കാണുന്നു. തന്നെ ആരോഗ്യം. താങ്ക് യു സോ മച്ച്. വളരെ വ്യക്തമായി തന്നെ കഴിഞ്ഞ ദിവസം മുതലുണ്ടായ എല്ലാ കാര്യങ്ങളും ഒന്നുപോലും വിടാതെ മാനസ നമുക്ക് കൃത്യമായി തന്നെ പറഞ്ഞു തന്നു. കൂട്ടായ്മയുടെ പ്രവർത്തനം തന്നെയാണ്. കാരണം പരമപ്രധാനമായ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ആ പെൺകുട്ടിയെ കണ്ടെത്തുക, സുരക്ഷിതയായി കണ്ടെത്തുക. ആ പെൺകുഞ്ഞിനൊന്നും സംഭവിക്കരുത് എന്ന് തന്നെയായിരുന്നു നമ്മളൊക്കെ വിചാരിച്ചിരുന്നത്, പ്രതീക്ഷിച്ചിരുന്നത്. നമ്മുടെ എല്ലാം പ്രതീക്ഷ പോലെ തന്നെ സുരക്ഷിതയായി വിജയവാഡയിലുണ്ട്. ആ പെൺകുട്ടിയെ ഇന്ന് തന്നെ തിരുവനന്തപുരത്ത് എത്തിക്കാൻ കഴിയുമെന്ന് തന്നെയുള്ള പ്രതീക്ഷയിലാണ്.